യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും. തീരുമാനം
പിന്നിലേക്കില്ലൽപ്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നാം യുദ്ധഗീതം എന്നുള്ള പുസ്തകം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്താണ് ആശയം? ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ദൃഢമായിത്തീരുന്ന സൗഭാഗ്യം അത് എനിക്ക് അനുഭവമാക്കണം. യേശുക്രിസ്തുവും ഞാനും ആ ഒരു സ്നേഹബന്ധത്തിൽ അലിഞ്ഞ് ലയിച്ച് തീരണം. സ്തോത്രം. സ്നേഹബന്ധത്തിൽ അലിഞ്ഞ് തീരുക, ലയിച്ച് തീരുക. നീ പറയുന്ന ഭാഷയൊക്കെ മനസ്സിലാകുന്നില്ലേ? ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൽ അങ്ങ് അലിഞ്ഞില്ലാതാകുക. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ജഡികത്വം അലിഞ്ഞലിഞ്ഞില്ലാതായി തീരുക. ക്രിസ്തു എന്ന ആ അപ്രമേയ വ്യക്തിത്വത്തിൻ്റെ, അതിശീനീയ വ്യക്തിത്വത്തിൻ്റെ അംശമായി ഞാൻ മാറുമ്പോൾ എൻ്റെ ആഴത്തിലുള്ളതായ മാനുഷികത്വം ഇല്ലാതായി ഞാൻ ആത്മീയനായി മാറുന്നു. പൂർണ്ണമായും ആത്മീയനായി മാറുന്നു. അങ്ങനെ ക്രിസ്തുവുമായി ഞാൻ താതാത്മ്യം പ്രാപിക്കുന്നു. ഹൈന്ദവ പണ്ഡിതന്മാർ പറയും, സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, ഇതാണ് മോക്ഷം. നാല് മാർഗങ്ങൾ. സാലോക്യം എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ ലോകത്ത് എത്തിച്ചേരുക, സാലോക്യം. സാമീപ്യം, ദൈവസന്നിധിയിൽ എത്തിച്ചേരുക, സമീപത്തെത്തിച്ചേരുക. സാരൂപ്യം, ദൈവത്തിൻ്റെ രൂപം പ്രാപിക്കുക. സായുജ്യം, ഞാൻ ഇല്ലാതായി ഞാൻ ദൈവത്തിൽ അലിഞ്ഞു ചേരുക. ഇങ്ങനെ ഹൈന്ദവ പണ്ഡിതന്മാർ ഇതിൽ വിഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിത് അനുഭവമായി കിട്ടുകയാണ്. എങ്ങനെ? ക്രിസ്തുവുമായി, ക്രിസ്തുവിൻ്റെ ലോകത്തെത്തിച്ചേരുന്നു, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ക്രിസ്തുവിൻ്റെ സമീപത്തെത്തിച്ചേരുന്നു, ക്രിസ്തുവിൻ്റെ രൂപം, ക്രിസ്തുവിൻ്റെ സ്വരൂപം പ്രാപിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഛായ പ്രാപിക്കുന്നു, ക്രിസ്തുവിനിൽ അങ്ങ് ലയിച്ചു ചേരുന്നു, സായുജ്യം അടയുന്നു. ഈ ആത്മീയ അനുഭവം അതാണ് ഉത്തമഗീതത്തിൽ നാം കാണുന്നത്. ക്രിസ്തുവുമായി ലയിച്ചു ചേരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിർഭാഗ്യവശാൽ ഈ മുന്തിരിത്തോട്ടം, ക്രിസ്തുവിൻ്റെ തോട്ടം, അതാണ് സഭ, അതാണ് നാം ഓരോരുത്തരും. ഈ തോട്ടത്തിൽ ചിലപ്പോൾ ചില കേട് വരാറുണ്ട്. അതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കാം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരുണ്ട്. തോട്ടം നല്ല മനോഹരമായ തോട്ടമാണ്. ഓരോ വിശ്വാസിയുടെയും ജീവിതം ഒരു മുന്തിരിത്തോട്ടമാണ്. നാം ഓരോരുത്തരും ഈ മുന്തിരിത്തോട്ടം മനോഹരമായി വളർന്നു വരികയാണ്. ഇപ്പോൾ ഇതാ പുഷ്പിച്ചിരിക്കുന്നു, പൂത്തിരിക്കുന്നു. ഈ കായ്കൾ ഉണ്ടാകും, മുന്തിരിങ്ങ ഉണ്ടാകും. മുന്തിരിങ്ങ ഉണ്ടായാൽ മുന്തിരിങ്ങ പറിച്ച് അതിൽ നിന്ന് വീഞ്ഞുണ്ടാക്കാം. നല്ലൊരു വ്യവസായമോ നല്ലൊരു സംരംഭമാണ്. പക്ഷേ ഞങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കാൻ ചില ചെറു കുറുക്കന്മാർ വന്നിരിക്കുന്നു. ചെറു കുറുക്കന്മാർ. നമ്മുടെ പുസ്തകം കൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചെറു കുറുക്കന്മാർ, ലിറ്റിൽ ഫോക്സസ് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ലിറ്റിൽ ഫോക്സസ്, ചെറു കുറുക്കന്മാർ. ആ പുസ്തകം വായിക്കുന്ന നല്ലതായിരിക്കും. ഈ മുന്തിരിത്തോട്ടം നശിപ്പിക്കാൻ ചെറു കുറുക്കന്മാർ കടന്നു വരും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വിടവ് സൃഷ്ടിക്കാൻ പിശാചുക്കൾ കയറി വരും. ക്രിസ്തുവിനുള്ളതായ ബന്ധത്തിൽ നമ്മെ അകറ്റാൻ പലതരത്തിലുള്ളതായ ഛിദ്രശക്തികൾ കടന്നു വരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ളതായ സ്നേഹബന്ധത്തിൽ നമ്മെ അടർത്തി മാറ്റാൻ ദുരാത്മാക്കൾ കടന്നു വരും. അത് ചിലപ്പോൾ കോപമായിട്ടായിരിക്കും, ചിലപ്പോൾ വാശിയായിട്ടായിരിക്കും, ചിലപ്പോൾ വൈരാഗ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ ചില ചീത്ത കൂട്ടുകെട്ട് മൂലമായിരിക്കും, ചിലപ്പോൾ ചീത്ത ചില ബന്ധങ്ങൾ മൂലമായിരിക്കും. ഇങ്ങനെയല്ല, ഏതെങ്കിലും വിധത്തിൽ നമ്മളുള്ളതായ സത്തയെ നശിപ്പിക്കുവാൻ, അന്തസത്ത, അകത്തെ ജീവൻ,
അത് നഷ്ടപ്പെടുത്താൻ പിശാചുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. നമ്മുടെ ജീവിതത്തിൽ നാം നോക്കണം, ചെറുകുറുക്കന്മാർ എത്രത്തോളം ഉണ്ട്. അത് കുറുക്കന്മാർ നാം കാണുന്ന പഴമയുള്ള കുറുക്കന്മാരല്ല, ഇത് സിംബോളിക്കാണ്. സിംബോളിക് വെച്ചാൽ പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ്. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ പിടിച്ചു തരുകയും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെറുകുറുക്കന്മാർ പതിയിരിക്കുന്നുണ്ട്. ചെറുകുറുക്കന്മാർ ഉടമസ്ഥൻ നോക്കി നല്ലൊന്നാം തരം തോട്ടം നന്നായിട്ട് വളരുന്നു. അടുത്ത പ്രാവശ്യം വന്നപ്പോഴേക്കും തഴച്ചു വളരുന്ന തോട്ടത്തിൽ മുന്തിരിക്കൊല ഉണ്ടാകാനുള്ള പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞു, പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞു. വലിയ സന്തോഷമായിരുന്നു, പൂക്കൾ നിറയെ പൂക്കൾ. പക്ഷേ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ എന്തു ചില മുന്തിരിവള്ളികളെല്ലാം വലിച്ചു പറിച്ചിട്ടിരിക്കുന്നു. ഇതാര് ചെയ്തത്? ആര് ചെയ്തു? നോക്കിയപ്പോൾ എല്ലാം ഒന്നും പോയിട്ടില്ല, അവിടെ ചിലതെല്ലാം വലിച്ചു പറിച്ചിട്ടിരിക്കുന്നു. ഉടമസ്ഥന് ആകെ ദേവദേവത്തെ എന്താ, ഏത് ജീവിയാണ് കടന്നത്? കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. കാരണം എല്ലാം നല്ല വേലി കെട്ടി ഭദ്രമാക്കിയിരിക്കുന്ന മുന്തിരിത്തോട്ടമാണ്. ഏതോ ദുഷ്ടജീവികൾ കടന്നു വന്നിട്ടുണ്ടല്ലോ. നോക്കി എല്ലാ ചെടിയിലെ ചുവട്ടിൽ നോക്കി, എല്ലാം നോക്കി. പലയിടത്തും മുന്തിരിവള്ളി വലിച്ചു പറിച്ചിട്ടിരിക്കുന്നു, ചിലർ മുറിഞ്ഞു പോയിരിക്കുന്നു, ചിലർ ചതഞ്ഞു പോയിരിക്കുന്നു. കിട്ടേണ്ട മുന്തിരിവള്ളിയിൽ നിന്ന് കിട്ടേണ്ടതായ ഫലം വേണ്ടത്ര കിട്ടാതെ ആ മുന്തിരിവള്ളി എല്ലാം തകർന്നു കിടക്കുന്നു, പലതും തകർന്നു കിടക്കുന്നു. അത് നോക്കിയിട്ടൊന്നും കണ്ടില്ല. പക്ഷേ അടുത്ത ദിവസം വന്നപ്പോഴുണ്ട് അത്രയുമല്ല, കൂടുതൽ മുന്തിരി ചെടികൾ തളർന്ന് ഒലഞ്ഞു കിടക്കുന്നു, ചതഞ്ഞൊലഞ്ഞു കിടക്കുന്നു. വളരെ സങ്കടമായി. എവിടെ എന്താ ഇത് കാരണം? നോക്കി, കുറുക്കന്മാർ വലിച്ചുകൊണ്ട് പോയിരിക്കുന്നു. കുറുക്കന്മാർ, ചെറു കുറുക്കന്മാർ, വലിയ കുറുക്കന്മാരല്ല. വലിയ കുറുക്കന്മാരാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ മുന്തിരി തോട്ടത്തിൽ അവിടെ കുറുക്കന്മാർക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല, അതിനെ പിടിച്ച് കൊല്ലാമായിരുന്നു. പക്ഷേ ചെറു കുറുക്കന്മാരെവിടെയാണ്? നോക്കി നോക്കി ഉടമസ്ഥൻ ശരിക്കും ഓരോന്നിൻ്റെ ചുവട്ടിൽ നോക്കി. അപ്പോൾ ഉണ്ട് ഒരു ഭാഗത്തൊരു ചെറിയ പൊത്ത് കാണുന്നു, ചെറിയൊരു പൊത്ത്. ആ പൊത്ത് മാന്തി ഇത്തിരി വിസ്താരമാക്കിയപ്പോൾ ഉണ്ട് ചെറു കുറുക്കന്മാർ, കൊച്ചു കുറുക്കന്മാർ ഇറങ്ങി ഓടുന്നു. അപ്പോൾ ഇവരുടെ മാളം ഇവിടെയാണ്. ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് കുറുക്കന്മാരുടെ മാളമുണ്ട്, മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കുറുക്കന്മാരുടെ മാളമുണ്ട്. ഇത് ഒരു വലിയൊരു ആത്മീയ സത്യത്തെ കാണിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറു കുറുക്കന്മാർക്ക് മാളങ്ങളുണ്ട്. മാളമുള്ളത് നാം അറിയാറില്ല. ചിലപ്പോൾ ചെറിയൊരു നീരസം വരുന്നതായിരിക്കും. വലിയ പാവമൊന്നും ഞാൻ ചെയ്തില്ല, ഞാനൊന്നും മിണ്ടിയില്ല. ഉള്ളിലൊരു ചിലപ്പോൾ ഇഷ്ടക്കുറവ് തോന്നി, ഞാനൊന്നും വഴക്ക് കൂടില്ല, ഞാൻ കോപിച്ചില്ല, കുഴപ്പമില്ലല്ലോ. ഉണ്ട്, കുഴപ്പമുണ്ട്. നിൻ്റെ അകത്ത് ചെറു കുറുക്കന്മാർ അവിടെ നിൻ്റെ മുന്തിരിവള്ളി നശിപ്പിച്ചിരിക്കുകയാണ്. ഒരു പരിഭവം, അല്ലെങ്കിൽ ഒരു അസഹിഷ്ണുത, ഒരു നീരസം. പുറമേയൊന്നും പറഞ്ഞില്ല, ചീത്ത വാക്കൊന്നും പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടില്ല, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ കുറുക്കന്മാരല്ല, ചെറു കുറുക്കന്മാരാണ്. ചിന്തിച്ചാൽ കാണാൻ സാധിക്കും. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം, ചില ചെറുതെന്ന് നമുക്ക് തോന്നുന്ന ചില പാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വലിയ പാവങ്ങളാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മദ്യപാനം, വെറിക്കൂത്ത്, ഗാംബ്ലിങ്, ചീട്ടുകളി, കുതിരപ്പന്തയം, അങ്ങനെ എന്തെങ്കിലും. അതുമല്ല, ചിലപ്പോൾ വളരെ ഹീനമായ അശുദ്ധമായ ജീവിതം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. വഴക്ക്, ബഹളം, കലഹം, തമ്മിത്തല്ല്, ഇതെല്ലാം ഇങ്ങനെ പുറമേയുള്ള കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ പലതുമുണ്ട്. പക്ഷേ അതല്ല, ചെറുകുറുക്കന്മാരിങ്ങനെ പുറമേയുള്ള പാവങ്ങളൊന്നും അല്ല, ചെറിയ പാവങ്ങൾ നമുക്ക് തോന്നും. പക്ഷേ മുന്തിരിത്തോട്ടം നശിക്കും. ഇവയെ വെച്ചുകൊണ്ടിരുന്നാൽ മുന്തിരിത്തോട്ടം നശിക്കും. ചെറിയ പാവങ്ങളാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. അത് പാവമായിട്ട് അങ്ങനെ വിചാരിക്കാം. മാനുഷികമായ രീതിയിൽ വീക്ക്നെസ്, ഹ്യൂമൻ വീക്ക്നെസ്, മാനുഷികമായ രീതിയിൽ ബലഹീനത. ഏത് മനുഷ്യനും അങ്ങനെ എല്ലാം തികഞ്ഞവരായിട്ട് ആരാ ഉള്ളത്? അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു മാനുഷിക ബലഹീനത. ഒരല്പം ഒരു ഇഷ്ടക്കുറവ് തോന്നി, അപ്പോൾ അങ്ങ് പറഞ്ഞു, തീർന്നു. ആരോടും അറിയിച്ചില്ല, ആരോടും പറഞ്ഞില്ല, ഇഷ്ടക്കുറവുള്ളിൽ വന്നു, അത് തീർന്നു. അല്ലെങ്കിൽ ഒരു പരിഭവം ആരോടെങ്കിലും, അത് പുറമേ ഒന്നും കാണിച്ചില്ലല്ലോ, അതും വേറെ ആരും അറിഞ്ഞില്ല, തീർന്നു. നാം അതെല്ലാം തള്ളി വിടുകയാണ്. സാരമില്ല വിചാരിച്ച് വിടുകയാണ്. ഒന്നും സാരമില്ലെന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം മുന്തിരിത്തോട്ടം നശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുഷ്പിച്ച് നല്ല ഫലപ്രദമായി വരാൻ പോകുന്നതായ മുന്തിരിവള്ളി കായ്ക്കുന്ന സമയമായപ്പോഴേക്കും നശിപ്പിക്കുകയാണ്. ഈ ചെറുകുറുക്കന്മാരോട് ഉള്ളിടത്തോളം നശിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചെറിയതെന്ന് കരുതുന്നതായ പാപങ്ങൾ എത്ര കണ്ടുണ്ട്? അലസതയായിരിക്കും, അലസത.
പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, അല്പം കൊണ്ട് കഴിഞ്ഞ് ഉറങ്ങട്ടെ, ചെറുറുക്കാൻ. പക്ഷേ അന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആത്മപ്രവാഹം വന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. അത് നിങ്ങൾ കിട്ടാതെ പോകുന്നു. കൂട്ടായ്മയിലിരുന്നു അത്ര അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരുമൊക്കെ ഈ ആദ്യത്തെ പാട്ടും സാക്ഷിയൊക്കെ കഴിഞ്ഞിട്ട് തന്നാൽ മതി, പ്രധാനപ്പെട്ട പ്രസംഗത്തിൻ്റെ സമയത്ത് ചെന്നാൽ മതി എന്നായിരിക്കും. പറ്റുന്നത് എന്താണെന്നറിയാമോ? അപ്പോൾ ആദ്യത്തെ ആ സമയത്തായിരിക്കും ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം കിട്ടില്ല. അലസത അനേകം ദൈവമക്കൾക്കുണ്ടാകുന്ന വലിയൊരു പാപമാണ് അലസത, വലിയൊരു പാപം അലസത. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരുടെ ഉപദ്രവം ഉണ്ടാകുന്നുണ്ടോ? ചിന്തിച്ച് നോക്കണം. പ്രാർത്ഥിക്കാൻ അലസത, പഠിക്കാൻ അലസത, നിങ്ങൾ വേദപുസ്തകം വായിക്കാൻ അലസത, നിങ്ങൾക്ക് തിരുവചനം പഠിക്കാനുള്ള അലസത, കൂട്ടായ്മയിൽ പോകാനുള്ള അലസത. ഈ കോളേജിൽ 9 മണിക്ക് ചെല്ലണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 9:30 ചെല്ലണമെന്ന് വിചാരിച്ചു, അവിടെ സമയത്ത് വന്നില്ലെങ്കിൽ ആബ്സെൻറ്റ് മാർക്ക് ചെയ്യും. ഞാൻ കോളേജിലൊക്കെ പഠിപ്പിച്ച ആദ്യ കാലങ്ങളിൽ, അതായത് 64 കോളേജ് തുടങ്ങിയ കാലങ്ങളിൽ, ആദ്യത്തെ ഒരു 73 വരെ ഒരു കുട്ടി ലേറ്റായിട്ട് വന്നാൽ 3 ലേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആബ്സെൻ്റായിട്ട് കണക്കാക്കും. അതിനെന്ത് വരുന്ന അറിയാമോ? പിന്നീട് അന്ന് ഫൈൻ ചെയ്യായിരുന്നു, പൈസ ഫൈൻ ചെയ്യായിരുന്നു. ക്ലാസ്സിൽ പേര് വിളിക്കുമ്പോൾ ആളില്ലെങ്കിൽ ഫൈൻ ചെയ്യും. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ അതൊക്കെ കുറച്ചധികം കഴിഞ്ഞു പോയി. ഓരോ നമ്മുടെ ജീവിതത്തിൽ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ജോലി ചെയ്യുമ്പോൾ ശരിക്കും ഇന്ന സമയത്തെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എത്തിയിരിക്കണം. അതില്ലെങ്കിൽ അലസതയാണ്, അലസത. തക്ക കാരണം ചോദിച്ചാൽ തക്ക കാരണം ഉണ്ടായിട്ടില്ല, അലസത. നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങളെ ഏതെല്ലാം വിധത്തിലാണ് അലസത ബാധിച്ചിരിക്കുന്നത്? ഈ ചെറുകുറുക്കൻ എവിടെയെല്ലാമാണ് കയറി വന്നിരിക്കുന്നത്? അലസത. അലസത ഒരു ചെറിയ നിസ്സാര കാര്യമല്ല. 7 മാരകഭാവങ്ങളൊന്നായിട്ടാണ് ബിലിഗ്രാം പറഞ്ഞിരിക്കുന്നത്. 7 മാരകഭാവങ്ങൾ, 7 ഡെഡ്ലി സിൻസ്. 7 മാരകഭാവങ്ങളിൽ ഒന്നാണ് അലസത. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വേറൊന്ന് ബിലിഗ്രാം പറഞ്ഞിരിക്കുന്നത്, മാരകഭാവങ്ങളൊന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊതി, ഭക്ഷണക്കൊതി. കൊതി, ചില ഭക്ഷണത്തോടുള്ളതായ കൊതി, അതുപോലും നമുക്ക് പാവമാണ്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, അതൊരു ഉന്നതമായ അനുഭവമാണ്. സാധു കൊച്ചുഞ്ഞുപദേശി എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു കേരളക്കരയിൽ. അദ്ദേഹം എവിടെയെങ്കിലും ചെന്നാൽ ഭക്ഷണത്തിന് മേശപ്പുറത്ത് ഒരു വിഭവങ്ങളുണ്ടായിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള മുറിയൊക്കെ കണ്ടു. ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ മകനൊക്കെ ഇപ്പോൾ നല്ല ഉന്നതമായ നിലവാരത്തിൽ കഴിയുന്നയാളാണ്. അവിടെ ഒരു ദിവസം ഒരു യോഗം വെച്ച് അവിടെ ഞാൻ പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മുറിയൊക്കെ ഞാൻ കണ്ടു. ഈ സാധു കൊച്ചുജ്യോതിഷി എവിടെ ചെന്നാലും ഭക്ഷണം കൊടുത്താൽ ഏതൊക്കെയാണ് കറിയെന്ന് നോക്കില്ല. ഏതെങ്കിലും ഒരു കറിയിൽ തൊടും, അത് കഴിക്കും, വേറെ ഒന്നും തൊടില്ല, വേറെ നോക്കില്ല. എന്നുവെച്ചാൽ അങ്ങനെ നോക്കണ്ടെന്നല്ല, പക്ഷേ അദ്ദേഹത്തിന് അത്രയും നിഷ്ഠയുണ്ടായിരുന്നു. ഏത് കഴിക്കുന്നതല്ല, വിശപ്പ് മാറാൻ കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ഞാനും ഭയപ്പെടുന്നു. കാരണം ഏതെങ്കിലും പ്രത്യേക ഭക്ഷണത്തോട് നമുക്കൊരു കൊതിയുണ്ടെങ്കിൽ അത് പാവമാണ്. അതൊരു ചെറു കുറുക്കനാണ്. വലിയ കുറുക്കനല്ല, ചെറിയ കുറുക്കനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ചെറുതെന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ഒരു സാക്ഷ്യം പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമായി, നല്ല സാക്ഷ്യം. എന്നാൽ വേറെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അതുപോലെ കൃപയില്ല. ഉടനെ ആരെങ്കിലും പറഞ്ഞു, ഇന്ന് അത്രയ്ക്കും കൃപ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ നിങ്ങളുടെ മുഖം വാടി. പറഞ്ഞയാൾ എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു. എനിക്കറിയാമല്ലോ ഞാൻ നല്ലോണം സാക്ഷ്യം പറഞ്ഞു എന്ന്. പിന്നെ എന്താ എന്നോട് സാക്ഷ്യം ശരിയായില്ലെന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ, അപ്പോൾ അവിടെ നീരസം വന്നു കഴിഞ്ഞു. അവിടെ ആ ചെറുകുറുക്കൻ നശിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നാം ചിന്തിച്ചു പോകുമ്പോൾ എത്രയോ ചെറുകുറുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനോഹരമായ മുന്തിരിവള്ളി തകർത്ത് കളയുന്നുണ്ട്, വലിച്ചു പറിച്ച് ഊടുപാട് ചവിട്ടി വെതിച്ച് കളയുന്നുണ്ട്. നല്ലപോലെ നട്ടു വളർത്തിയിരുന്നത് മുന്തിരിവള്ളികൾ അങ്ങ് പന്തലിൽ പടർന്നു കയറിയിരുന്നത് ഈ ചെറുകുറുക്കന്മാർ വലിച്ച്, അവയ്ക്ക് തിന്നാനൊന്നും ഉണ്ടായിട്ടല്ല, നാശം ചെയ്യുന്നു. വലിച്ച് താഴെയിട്ട് ചവിട്ടി വെതിച്ച് കളയുന്നു. എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു. എല്ലാ ചെടികളും അലങ്കോലപ്പെട്ട് കിടക്കുന്നു.
അതിൻ്റെ ഉടമസ്ഥന് സംഘവേദനയുണ്ട്, സഹതവേദനയുണ്ട്. അയ്യോ കഷ്ടം, ഞാൻ ഓമനിച്ച് വളർത്ത ചെടികൾ ഇതുപോലെ ആയിപ്പോയല്ലോ, നല്ല ഫലം കഴിക്കുന്ന പ്രതീക്ഷിച്ച ചെടികൾ ഇതുപോലെ ആയിപ്പോയല്ലോ. ആ ഒരു ബോധം നമുക്ക് വരണം. എൻ്റെ യജമാനൻ, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ നാഥൻ, എൻ്റെ കർത്താവ്, അവിടെ നട്ടു വളർത്തുന്ന ഒരു നടുതലയാണ് ഞാൻ. ഈ നടുതലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കേടുവരരുതെന്നാണ് യജമാനൻ്റെ ആഗ്രഹം, ഉടമസ്ഥൻ്റെ ആഗ്രഹം. എന്നാൽ ചെറുകുറുക്കന്മാർ കടന്നു വരാൻ ഞാൻ അനുവദിച്ചു പോയി. കർത്താവേ, ഈ തോട്ടത്തിലേക്ക് ചെറുകുറുക്കന്മാർ കടന്നു വരാൻ ഞാൻ അനുവദിച്ചു പോയി. കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് തിരുത്താൻ സാധിക്കുന്നത്, തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും ചെറുകുറുക്കന്മാർ എന്തിലാവുമെന്ന്. അപ്പോൾ ഒരു അതിഥി വരികയാണ്. അതിഥിയോട് നിങ്ങൾ വളരെ സ്നേഹഭാവത്തിലൊക്കെ സംസാരിക്കുന്നു, പക്ഷേ ഉള്ളിൽ നിങ്ങൾക്ക് എന്തോ ചില ഇഷ്ടക്കുറവുകളുണ്ട്. അത് ഉള്ളിലുള്ളൂ, പുറമേ കാണിക്കുന്നില്ല. പക്ഷേ അത് ദൈവം കാണുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായ നീരസം ദൈവം കാണുന്നു. ആരോടെങ്കിലും നമുക്ക് നീരസമുണ്ടെങ്കിൽ ദൈവം അത് കാണുന്നു. നാം പുറമേ കാണിക്കുന്നില്ല, പുറമേ ഭാവിക്കുന്നില്ല. എല്ലാ ഹൃദയങ്ങളും തൂക്കി നോക്കുന്ന ദൈവം, ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ, ഉള്ളത്തെ പരിശോധിക്കുന്നവൻ, ഹൃദയത്തെ പരിശോധിക്കുന്നവൻ എല്ലാം അറിയുന്നു. എന്നിൽ ചെറുകുറുക്കന്മാർ എവിടെയെല്ലാം പതിയിരിക്കുന്നത്, എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് നാം കണ്ടെത്തണം. അങ്ങനെ നാം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചെറിയ പാവങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നത്. ബലഹീനത വിചാരിച്ച് നാം കരുതിയിരുന്നില്ല പാവമാണെന്നും അതെല്ലാം ഭയാനകമായ പാവമാണെന്നും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ നിങ്ങളൊരു നിമിഷം ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് ചെറുകുറുക്കന്മാർ പതിയിരിക്കുന്നത്, ഏതെല്ലാം കാര്യങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ചെറിയ നോട്ടത്തിലായിരിക്കും, ഒരു അസൂയയുടെ നോട്ടത്തിലായിരിക്കും, കോപത്തിൻ്റെ നോട്ടത്തിലായിരിക്കും, അഹങ്കാരത്തിൻ്റെ നോട്ടത്തിലായിരിക്കും. നോട്ടത്തിൽ അഹങ്കാരം ഉണ്ടായിരിക്കാം, നോട്ടത്തിൽ അസൂയ ഉണ്ടായിരിക്കാം, നോട്ടത്തിൽ കോപം ഉണ്ടായിരിക്കാം. നമ്മുടെ ഈ നോട്ടത്തിൽ അശുദ്ധി ഉണ്ടായിരിക്കാം. എൻ്റെ കണ്ണ്, ഞാനൊന്നും ചിന്തിച്ചില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തട്ടിവിടാം. വേണ്ടാന്ന് വിചാരിച്ച് അങ്ങ് തള്ളി കളയാം, തട്ടി മാറ്റാം. തട്ടിയാൽ വലിയ മാറില്ല. അതൊരു ചെറു കുറുക്കനാണ്, നിങ്ങൾ നശിപ്പിക്കുകയാണ്, നിങ്ങൾ ആത്മാവിനെ കേടുവരുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാനീ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചിലരെങ്കിലും ഉൾക്കൊള്ളുന്നതിന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാനും ഇതുപോലെ വചനം കേട്ടിട്ടുള്ള മനുഷ്യനാണ്. വചനം കേൾക്കുമ്പോൾ ഞാൻ പിന്നെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, എത്രത്തോളം ഇത് എൻ്റെ ജീവിതത്തിൽ പ്രസക്തമാണ്, എൻ്റെ ജീവിതത്തിൽ റെലവൻ്റാണ്, എത്രത്തോളം ഇതെൻ്റെ ജീവിതത്തിൽ ബാധകമാണ് ഞാൻ ചിന്തിക്കാറുണ്ട്. വളരെ ചെറുതെന്ന് ഞാൻ കരുതുന്ന പാവങ്ങൾ അതുപോലും എൻ്റെ ജീവിതത്തിൽ വലിയ ഗൗരവമേറിയ കാര്യങ്ങളാണെന്ന് കർത്താവ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഏകാര്യത്തിൽ ലക്ഷ്യം വയ്ക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വിനയപൂർവ്വം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറുകുറുക്കന്മാരെ പിടിച്ചു തരിക എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറുകുറുക്കന്മാർ, ഈ ശലോമി എന്ന് പറയുന്ന ആ യുവതി, ഗ്രാമീണ യുവതി, അവളുടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, അവളുടെ തോട്ടത്തിൻ്റെ യജമാനായ ആ നല്ല ഇടയൻ നട്ടു വളർത്തുന്നതായ തൈകളൊക്കെയും എല്ലാം ചെറുകുറുക്കന്മാർ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് സങ്കടത്തോടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദയവായി ചിന്തിക്കൂ, എൻ്റെ കർത്താവ് ഇപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പാവമാണ് മറഞ്ഞിരിക്കുന്നത്, പാവമെന്ന് എനിക്ക് മനസ്സിലാകാതെ ഞാൻ ഒഴിവാക്കി കളയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അത് മാറ്റിയേ പറ്റൂ, മാറണം. എനിക്ക് ഏതായാലും എനിക്കൊരു ഭാഗ്യം കിട്ടി, ഇതിൻ്റെ വചനം കേൾക്കാനിടയായി. ഈ വചനം ഞാൻ കേട്ടതുകൊണ്ട് നാഥാ, ഇന്ന് ഞാനിതാ തീരുമാനിക്കുന്നു, മേലിൽ പാവത്തിലേക്ക് ഞാൻ തിരിയുകയില്ല, മേലിൽ തിന്മയിലേക്ക് ഞാൻ തിരിയുകയില്ല. എത്ര ചെറുതെന്ന് കരുതുന്ന പാവം പോലും എൻ്റെ ജീവിതത്തിൽ വാഴാൻ ഞാൻ സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിലേക്ക് പാവത്തിൻ്റെ കണി പോലും വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. കർത്താവേ, എൻ്റെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. എൻ്റെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. എന്നെ നീ സംരക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തിലേക്ക് ദുഷ്ടപിശാചുക്കളെ കയറി വരാതെ വേണം, ദുരാത്മാക്കൾ കയറി വരാതെ വേണം, കുട്ടി പിശാചുക്കൾ കയറി വരാതെ വേണം. കർത്താവേ, നീ എനിക്ക് കോട്ടയായി നിൽക്കണമേ, എനിക്ക് വേലിയായി നിൽക്കണമേ, എനിക്ക് തീമതലായി നിൽക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശു നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. അവൻ ദൂരെ നിൽക്കുകയല്ല, അവൻ അടുത്ത് വന്നിരിക്കുകയാണ്. അവൻ നിങ്ങളുടെ സമീപത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് കെഞ്ചി പറയുകയാണ്, എൻ്റെ മോളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മോനെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക. ഞാൻ നിനക്ക് വേണ്ടി ചോദിച്ച രക്തത്തിൻ്റെ വില നീ അറിയുന്നുണ്ടോ? എൻ്റെ രക്തം ചിന്തിയത് നിൻ്റെ പാവത്തിന് മോചനത്തിനാണ് നീ അറിയുന്നുണ്ടോ? എൻ്റെ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത് നിൻ്റെ കുറ്റങ്ങൾ മോചിക്കാനാണ് നിനക്കറിയാമോ? ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, തീയായി അവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിപ്പിക്കുന്ന ആത്മാവേ, മരിച്ചവർ ജീവിപ്പിക്കുന്ന സ്നേഹം ഞങ്ങളുടെ മധ്യത്തിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, പുതിയ സമർപ്പണത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരുന്നതിനായി സ്തോത്രം.
എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. എൻ്റെ പ്രിയൻ രണ്ടാമത്തെ വരയിൽ പറഞ്ഞു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, അടിയങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.